കേരളം ശ്രദ്ധിച്ച ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായിരുന്നു ഇടുക്കി. UDFന്റെ ഉറച്ച കോട്ടകളിലൊന്നായ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതി മാറ്റിമറിച്ചത് കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ്. റിപ്പോർട്ടിനെതിരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി രംഗത്തു വരികയും തുടർന്ന് ഇടതുപക്ഷവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. UDFും LDFും നേർക്കുനേർ പോരാടിയ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് ഗുണകരമായെന്നാണ് ഇരുമുന്നണികളും അവകാശപ്പെടുന്നത്. UDFിനും ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഹൈറേഞ്ച് മേഖലയിൽ പോളിംഗ് ശതമാനം കുറയുകയും നാട്ടുപ്രദേശത്ത് പോളിംഗ് ശതമാനം കൂടുകയും ചെയ്തത് തീർച്ചയായും UDFിന് ഗുണം ചെയ്യും. ലോ റേഞ്ചും ഹൈറേഞ്ചും ചേർന്ന ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ലോ റേഞ്ച് മണ്ഡലമായ മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ എന്നിവിടങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നത് UDFിന് പ്രതീക്ഷ നൽകുന്നു. കസ്തൂരിരംഗൻ വിഷയം ബാധിക്കാത്ത മണ്ഡലങ്ങളാണിവ. എന്നാൽ ഹൈറേഞ്ച് മണ്ഡലങ്ങളായ ദേവികുളം, ഉടുമ്പിൻചോല, പീരുമേട് എന്നിവിടങ്ങളിലാണ് ഇടതിന്റെ കണ്ണ്. ഇതിൽ പീരുമേട് ഒഴിച്ചുള്ള സ്ഥലങ്ങൾ കസ്തൂരിരംഗൻ സമരവേദിയായിരുന്നു. ഈ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവായിരുന്നു. ഞങ്ങളുടെ ഒരു നിഗമനത്തിൽ എല്ലാ മേഖലയിലും ജോയ്സ് ജോർജിന് മേൽക്കൈ തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളമെല്ലാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. വരും ദിവസങ്ങളിൽ വ്യക്തമായ കണക്കെടുപ്പിന് തയ്യാറാവുകയാണ് ഇരുമുന്നണികളും. മീഡിയ 1 ഇടുക്കി.